ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ചാനൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മുടെ വണ്ടി തന്നെ ഇട്ടേക്കാന്ന് വെച്ച്. ജസ്റ്റ് വണ്ടി നമ്മളിപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ പണിതിട്ട് നമ്മുടെ കൈ പണിത് വണ്ടി കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ വണ്ടിയുടെ റിവ്യൂ തന്നെ ഇട്ടേക്കാന്ന് ഓർത്ത്, ഇത് നമ്മൾ ചെയ്ത വർക്കും എല്ലാം കൂടെ ഒന്ന് കാണിച്ച് ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ നമുക്ക് ഇട്ടേക്കാന്ന് ഓർത്ത് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇത്. നല്ല കൊള്ളാം, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം ഗായ്സ്, നമ്മുടെ വണ്ടി ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, കുറച്ചായി. ഇപ്പോൾ നമ്മൾ പൈസയുടെ ഒക്കെ ഷോർട്ടേജ് കൊണ്ട് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തുന്ന വണ്ടി കിട്ടിക്കഴിയുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു ലോങ് റൈഡ് പോയിട്ട് അവിടെ ചെന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം. അത് കഴിഞ്ഞ് ഓർത്ത് എന്തിനായി ലേറ്റ് ആക്കുന്നേ, വണ്ടി കെട്ടിയിട്ട് 2 ദിവസമായുള്ളൂ, അപ്പം ഇട്ടേക്കാന്ന് വെച്ച്. പിന്നെ ഗൈസ്, നമ്മൾ വണ്ടിയിൽ ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വീഡിയോ ഞാൻ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഓരോന്ന് ചെയ്യുന്നു, ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഞാനായിട്ട് ഇനി ഇടണ്ടല്ലോ എന്ന അർത്ഥമാണ്. അപ്പം ഞാൻ ചെയ്തേക്കുന്ന ഓരോന്നൊക്കെ കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഗൈസ്, നമുക്ക് ബൈക്കിൽ നിന്ന് പോകാം. ജസ്റ്റ് നമ്മൾ ഡ്യൂക്കിൻ്റെ 2 കോപ്പി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ബൈക്കിൽ. പിന്നെ നമ്മൾ ഹഗർ എടുത്ത് തൽക്കാലത്തേന് മാറ്റിയിട്ടുണ്ട്, വെക്കണം. ഇപ്പോൾ മഴയൊക്കെ അല്ലേ. നമ്മളത് ഒരു ഡിസ്കവറിൻ്റെ ഒരു പഴയ ഡിസ്കവർ വീട്ടിലുണ്ടാകും. അതിൻ്റെ ഗ്രാബ് റെയിൽ എടുത്ത് വെച്ച് പെയിൻറ്റ് പൊളിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് പേപ്പർ പിടിച്ച് ഈ കളറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യൂക്കിൻ്റെ ഒരു അണ്ടർബെല്ലി BS3 മോഡൽ, പഴയ ഡ്യൂക്കിൻ്റെ മോഡൽ ഒരു അണ്ടർബെല്ലി നമ്മുടെ സ്റ്റോക്ക് അണ്ടർബെല്ലിയിലോട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലോങ് സൈറ്റ് നോക്കുമ്പോൾ കൊള്ളാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കൊള്ളാം. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഡ്യൂക്കിൻ്റെ 2 മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്യൂക്കിൻ്റെ അത് പുതിയതെടുത്താണ്, ഫ്രഷ് എടുത്താണ്. പിന്നെ ഫ്രണ്ടിൽ ഡ്യൂക്കിൻ്റെ 2 കോപ്പി ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് 2 ഫോഗ് ലൈറ്റ് അടിയിൽ വെച്ചിട്ടുണ്ട്, ഒരു ക്ലാമ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് മൽഗാറിൻ്റെ മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിമ്പിളാണ്, അതൊക്കെ ഒരുപാട് യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട് കേട്ടോ സെറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ആരും അങ്ങനെ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ചെയ്തിട്ടുണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് നമ്മുടെ V4-ൻ്റെ അറൗണ്ട് 5 V4-ൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു. അപ്പം ഈ ബോൾട്ട് ഇടുന്ന ഈ സ്ഥലമുണ്ടല്ലോ, USD ഫോർക്കിലോട്ട് വരുന്ന അപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് ഇത് പൊട്ടിപ്പോയി, ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ. അപ്പോൾ അവൻ വേറെ ന്യൂ എടുത്തപ്പോഴത്തേന് ഇത് നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ രസമുണ്ട് അല്ലേ, ഫ്രണ്ട് ലുക്കൊക്കെ നൈസായിട്ടുണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന്. ഒരു ഗ്ലോസി ഫിനിഷും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ NS-ൻ്റെ സ്റ്റോക്ക് മഡ്ഗാർഡ് ഈ സെയിമാണ് വരുന്നത്, മാറ്റാം. ഒരു ഗ്രേയും ബ്ലാക്കും കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ലുക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കുന്ന വെച്ചിട്ട് ടാസ്ക് അത് സംഭവം. ഇവിടെ ഈ USD ഫോർക്കിന് വരുന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ സാധനം ഫ്രണ്ടോട്ടുണ്ട് ബോൾട്ട് ഇടുന്നത്. അപ്പോൾ അതിങ്ങനെ സ്ക്വയർ വെച്ചിട്ട് കട്ട് ചെയ്ത് കയറ്റണം 2 സൈഡ്. കുഴപ്പമില്ല, ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നൊക്കെ പാടേ ഉള്ളൂ, വേറെ വെക്കാനൊന്നും വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ട് ഇതെല്ലാം നമുക്ക് ഈ ഇപ്പോൾ ഈ ചെയ്തേക്കുന്ന വർക്കെല്ലാം ആർക്കും ഉള്ളത് സ്വന്തമായിട്ട് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഈ കാണുന്ന നമുക്കിത് വണ്ടി കിട്ടിയപ്പോൾ ഒന്നും ഇല്ലായിരുന്നു, ഏകദേശം ടോട്ടൽ ലോസ് ആയ രീതിക്കാണ് കിട്ടിയത്. എൻജിനുൾപ്പെടെ നമ്മൾ എല്ലാം പക്കയായിട്ട് നീറ്റായിട്ട് പണിത് എടുത്തേക്കുന്നതാണേ. ഒരു 75% സാധനങ്ങളും എല്ലാം പുതിയതാണ്. അപ്പം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് കൂടുതലും വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ട്രാവലിംഗ് വീഡിയോസൊക്കെ ആയിരിക്കും. ഇനി എനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല, എനിക്ക് സമയം കിട്ടുന്ന പോലൊക്കെ ഞാൻ എന്തായാലും വിടും. അപ്പം 2017 ആ ഒരു സമയം തൊട്ട് എനിക്ക് ചാനൽ തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ അതിനുള്ള കാര്യങ്ങളും സമയമൊന്നും ഒത്തു വന്നില്ലായിരിക്കും, ഇപ്പോഴായിരിക്കും ഒത്തു വന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിന് മുമ്പ് ഒരു 200cc വണ്ടി ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഓടിച്ചില്ല, വണ്ടി കൈ കിട്ടിയിട്ട് ഞാനൊരു 500 കിലോമീറ്റർ പോലും ഓടിച്ചിട്ടില്ല. അപ്പം ഞാനൊരു റിവ്യൂ എന്തായാലും ഇടുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ലോങ് റൈഡ് പോയിട്ട് ഞാൻ ഈ 200cc വണ്ടി ലോങ് ഇതുവരെ NS200 ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എന്തായാലും ഇടുന്നുണ്ട്. നമ്മുടെ ആദ്യം R15 ഒക്കെ ആയിരുന്നു. R15 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ല, പിന്നെ ഇത്രയും ഹൈറ്റും ഇല്ല. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുണ്ട്. എന്തായാലും യൂസ് ചെയ്യാൻ മുമ്പോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ അത് ഓക്കെ ആവും. അപ്പോൾ ഗൈസ്, ഇതിപ്പം ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പം വണ്ടി ഒന്നാമത്തെ കാര്യം വണ്ടി കിട്ടേ ഉള്ളൂ, നന്നായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു നല്ല റൈഡൊക്കെ പോയിട്ട് എന്തായാലും ഞാൻ റിവ്യൂ ഒരു
ലെങ്ത് വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം സപ്പോർട്ട് ചെയ്യണേ.